ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിറ്റാറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ക്രിയേറ്റിംഗ് ആൻ ഇൻക്ലൂസീവ് സ്കൂൾ എന്നുള്ള ചാപ്റ്ററിലെ 3rd യൂണിറ്റ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. തൊട്ട് മുന്നത്തെ 2 യൂണിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാപ്റ്ററിൻ്റെ വളരെ ഷോർട്ട് ആക്കിയിട്ടുള്ള നോട്ട്സ് നിങ്ങളുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ പറയുന്നത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാണ്. സ്ട്രാറ്റജീസ് ടു ബിൽഡ് ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയൺമെൻറ്റ് ഇൻ സ്കൂൾ ആൻഡ് ക്ലാസ് റൂം. സ്കൂളിലും ക്ലാസ് റൂമിലൊക്കെ ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയൺമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജികൾ ചെയ്യാം. അപ്പോൾ ആദ്യം സ്കൂൾ ലെവലിൽ നോക്കാം, പിന്നെ ക്ലാസ് റൂം ലെവലിൽ നോക്കാം. സ്കൂൾ ലെവൽ, ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ പോളിസി. ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെൻറ്റ് പോളിസീസ് ദാറ്റ് പ്രൊമോട്ട് ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. ഇവിടെ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ പറഞ്ഞ പോലെ ഇൻക്ലൂസീവ് ലേണിംഗ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിപ്പോൾ ഏത് യൂണിറ്റ് എന്ന് എങ്ങനെ ചോദ്യം വന്നിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം വാട്ട് ഈസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പാരഗ്രാഫ് അതിന് കൊടുക്കാം. നിങ്ങൾക്ക് ആ ഒരു അത്രയും എക്സ്പാൻഡ് ചെയ്ത് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ കേട്ടോ, ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വെറുതെ അത് എഴുതിയിട്ട് സമയം കളയേണ്ട, ചോദിച്ചത് മാത്രം എഴുതിയാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സ്കൂൾ ലെവൽ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ പോളിസി. കറക്റ്റായിട്ട് ആ ഒരു ഡൈവേഴ്സിറ്റി നമുക്ക് അവിടെ കീപ്പ് ചെയ്യാൻ വേണ്ടി, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള പോളിസികൾ നമുക്ക് അവിടെ പ്രൊമോട്ട് ചെയ്യാം. പിന്നെ എന്താണ്, ടീച്ചർക്ക് കറക്റ്റായിട്ടുള്ള ട്രെയിനിങ്ങൾ കൊടുക്കുക അല്ലേ. പ്രൊവൈഡ് ഓൺ ഗോയിങ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഫോർ ടീച്ചേഴ്സ് ഓൺ ഇൻക്ലൂസീവ് പ്രാക്ടീസസ്, കൾച്ചറൽ കോമ്പിറ്റൻസ് ആൻഡ് ഡൈവേഴ്സിറ്റി അവയർനെസ്. അവർക്ക് കറക്റ്റായിട്ടുള്ള അവയർനെസ് കൊടുക്കുക, അവർക്ക് കുട്ടികളെ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട രീതിക്കൊക്കെ കറക്റ്റായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. പിന്നെ എന്താണ്, ഇൻക്ലൂസീവ് കരിക്കുലം. ഇൻക്ലൂസീവ് ആയിട്ടുള്ള കരിക്കുലം തന്നെയാണ് ടീച്ചറിന് ട്രെയിനിങ് കൊടുക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് കരിക്കുലവും എല്ലാ കുട്ടികളെയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം അല്ലേ. എൻഷുർ കരിക്കുലം റിഫ്ലക്ട്സ് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്സ്, എക്സ്പീരിയൻസസ് ആൻഡ് ഹിസ്റ്ററീസ്. കറക്റ്റായിട്ടുള്ള ആ ഒരു കരിക്കുലം നമ്മൾ അതിനകത്ത് ഉണ്ടാവുക. അവിടെ എല്ലാ തരത്തിലുള്ള കുട്ടികളുടെയും പെർസ്പെക്റ്റീവ്സും എക്സ്പീരിയൻസും ഹിസ്റ്ററികളും എല്ലാം ആഡ് ചെയ്ത് അവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനും എടുക്കാനും പറ്റുന്ന തരത്തിലുള്ള കരിക്കുലം നമ്മൾ ഉണ്ടാക്കണം. പിന്നെ എന്താണ്, പാരൻ്റ് ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്. പാരൻസും കമ്മ്യൂണിറ്റിയും ഒക്കെ എന്ത് ചെയ്യണം, അതിൽ സപ്പോർട്ട് ചെയ്യണം അല്ലേ. ഫോസ്റ്റർ പാർട്ട്ണർഷിപ്പ് വിത്ത് ഡൈവേഴ്സ് ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ടു പ്രൊമോട്ട് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സപ്പോർട്ട്. അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരുടെ സപ്പോർട്ട് കൂടെ നമുക്ക് അവിടെ ആവശ്യമാണ്. സേഫ് ആൻഡ് വെൽക്കമിങ് എൻവയൺമെൻറ്റ്. അവിടുത്തെ പരിസരം അവർക്ക് കുട്ടികൾക്ക് സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന പരിസരമായിരിക്കണം അല്ലേ. ക്രിയേറ്റ് എ സേഫ്, വെൽക്കമിങ് ആൻഡ് റെസ്പെക്ട്ഫുൾ സ്കൂൾ എൻവയൺമെൻറ്റ് ദാറ്റ് വാല്യൂസ് ഡൈവേഴ്സിറ്റി. ഏത് ഡൈവേഴ്സിറ്റിയും അതേപോലെ തന്നെ വാല്യൂ ചെയ്യുന്ന, വെൽക്കം ചെയ്യുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പരിസരം നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് അത് സ്കൂൾ ലെവലിൽ മൊത്തത്തിൽ ഹോളായിട്ട് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ക്ലാസ് റൂമിലോട്ട് വരികയാണ്. ക്ലാസ് റൂം ലെവലിലോട്ട് വരികയാണ്. ഗെറ്റ് ടു നോ യുവർ സ്റ്റുഡൻസ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കണം. ലേൺ അബൌട്ട് സ്റ്റുഡൻസ് ബാക്ക്ഗ്രൗണ്ട്സ്, എക്സ്പീരിയൻസസ് ആൻഡ് ഇൻട്രസ്റ്റ്. കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. ഇപ്പോൾ ഒരു കുട്ടി ദിവസേന വന്നിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഉറങ്ങുന്നത് കാണണം, ഒന്നും നോക്കാൻ നമ്മൾ കണ്ണടച്ച് അവനെ കുറച്ച് ചീത്ത പറഞ്ഞു ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു, അവന് പണിഷ്മെൻറ്റ് കൊടുത്തു, അതിൽ കാര്യമില്ല. എന്തുകൊണ്ടാണ് മടിയനായിട്ട് ഉറപ്പിട്ട് ഉറങ്ങുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യമാണ്. അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൽ തന്നെ ചിലപ്പോൾ രാത്രിയൊക്കെ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയിട്ട് അല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും വയ്യാത്ത ആളുകൾ നോക്കുകയൊക്കെ ചെയ്ത് ഉറങ്ങാൻ പറ്റാത്ത ക്ലാസ്സിൽ വരുന്ന കുട്ടികളാവും. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അവരോട് നമ്മൾ വളരെ റൂഡായിട്ട്, റാഷായിട്ട്, എന്താ പറയുക, ഹാർഷായിട്ട് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അല്ല, അങ്ങനെയെല്ലാം നമ്മൾ അവരെ ഡീൽ ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ ഓരോ കുട്ടിയുടെയും സിറ്റുവേഷൻ എന്താണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ കുട്ടികളോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട്. ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. യൂസ് ഡൈവേഴ്സ് ടീച്ചിങ് മെത്തേഡ്സ് ടു കാറ്റർ ടു ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ് ആൻഡ് നീഡ്സ്. പല തരത്തിലുള്ള മെത്തേഡുകൾ യൂസ്. എപ്പോഴും ഒരേപോലെ ഇങ്ങനെ ബോർഡിൽ എഴുതുന്നു, നമ്മൾ പറയുന്നു, കഥ പറയുന്ന പോലെ അങ്ങനെ ആവാതെ പല പല മെത്തേഡുകൾ നമ്മൾ അവിടെ യൂസ് ചെയ്യണം. പിന്നെന്താ, ഇൻക്ലൂസീവ് ലാംഗ്വേജ് അയക്കണം. യൂസ് റെസ്പെക്ട്ഫുൾ ഇൻക്ലൂസീവ് ലാംഗ്വേജ് ആൻഡ് അവോയ്ഡ് ബയസസ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രീതിയിൽ സംസാരിക്കുകയോ അത്തരത്തിലുള്ള ഭാഷ യൂസ് ചെയ്യുകയൊന്നും ചെയ്യരുത്. എല്ലാ കുട്ടികളെയും ഒരുപോലെ റെസ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഭാഷയായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കൾച്ചറലി റെസ്പോൺസീവ് ടീച്ചർ. ഇൻകോർപ്പറേറ്റ് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്സ്, എക്സാമ്പിൾസ് ആൻഡ് മെറ്റീരിയൽസ് ഇൻ ടു ലെസൺസ്. പലതരത്തിലുള്ള എന്താ പറയുക കാര്യങ്ങൾ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. പലതരത്തിലുള്ള പെർസ്പെക്റ്റീവ്സ് നമ്മൾ അതിനകത്ത് എടുക്കണം. അതേപോലെ തന്നെ എക്സാമ്പിൾസ് നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ കൾച്ചറലി നമ്മൾ ആ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ നമുക്ക് അത്ര റെസ്പോൺസീവ് ആണ് നമ്മൾ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, സ്വയം നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. അത് കാണുന്നവർക്കും അത് തോന്നണം. സ്റ്റുഡൻറ്റ് വോയിസ് ആൻഡ് ചോയ്സ്. എൻകറേജ് സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ചോയ്സ് ഇൻ ലേണിംഗ് ആക്ടിവിറ്റീസ്. അതേപോലെ കുട്ടികളുടെ ശബ്ദത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കുട്ടികളുടെ ഒപ്പീനിയൻ പറയുമ്പോൾ നീ പറയണ്ട, ഞാനാ ടീച്ചർ, ഞാൻ പറഞ്ഞു നീ അങ്ങോട്ട് കേട്ടാൽ മതി, അങ്ങനെ ഒരിക്കലും പറയരുത്. മേ ബി അവർ പറയുന്ന ആ ഒരു ഒപ്പീനിയൻ നമ്മൾ ചിലപ്പോൾ അതേപോലെ ആവില്ല, നമ്മളതിന് കുറച്ച് മാറ്റങ്ങൾ വരുത്തണമായിരിക്കും. കുട്ടികളല്ലേ, അപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തണമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അവരുടെ വോയിസ് ഒരിക്കലും നമ്മൾ സപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അവരുടെ ആശയങ്ങളും നമ്മൾ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രദ്ധിക്കണം. യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ്.
ഇത് സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് പഠിക്കാൻ കേട്ടോ. ഡിസൈൻ ലെസൺസ് ദാറ്റ് ആർ ആക്സസിബിൾ ആൻഡ് എൻഗേജിങ് ഫോർ ഓൾ സ്റ്റുഡൻസ്. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു ഡിസൈൻ ആയിരിക്കണം നമ്മൾ ലേണിംഗ് ലെസൺസിൽ അല്ലെങ്കിൽ നമ്മുടെ പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇനി എന്നാൽ ഫ്ലെക്സിബിൾ ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? യൂസ് ഫ്ലെക്സിബിൾ ഗ്രൂപ്പിംഗ് സ്ട്രാറ്റജീസ് ടു പ്രൊമോട്ട് കൊളാബറേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ എമംഗ് സ്റ്റുഡൻസ്. കുട്ടികളെ ഫ്ലെക്സിബിളായിട്ട് ഗ്രൂപ്പാക്കുക. എപ്പോഴും ഈ കുട്ടികൾ എസ്പെഷ്യലി ഒരു ക്ലാസ്സിൽ കുട്ടികൾ ഈ എന്താ പറയുക, നമ്മൾ ഗാങ്ങിസം എന്നൊക്കെ പറഞ്ഞില്ല, ഗാങ് ആയി പോയാൽ തന്നെ ക്ലാസ്സിൻ്റെ ഐക്യം എന്ന് പറയുന്ന സാധനം പോകും. ഫസ്റ്റൊക്കെ നമ്മളെല്ലാവരും ഒരുപോലെ ആയിരിക്കും, പിന്നെ ഗാങ്ങുകളായിട്ട് തിരിയാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ആവുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷെ അവർ തമ്മിലുള്ള ഒരു എന്താ പറയുക കണക്ഷൻ, ഒരു സോഷ്യലൈസേഷൻ കുറയാൻ അതിനിടയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഗ്രൂപ്പുകളാക്കിയിട്ട് കുട്ടികളെ തിരിക്കുക. അഡ്രസ്സിങ് ബയാസ് ആൻഡ് സ്റ്റീരിയോടൈപ്സ്. അഡ്രസ് ആൻഡ് ചാലഞ്ച് ബയാസ് ആൻഡ് സ്റ്റീരിയോടൈപ്സ് ഇൻ ദ ക്ലാസ് റൂമിൽ നമ്മൾ അല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് കുട്ടികളുടെ ഇടയിൽ തന്നെ ബയസുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള മനോഭാവങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ തിരുത്തി കൊടുക്കുക. അങ്ങനെയല്ല, നിൻ്റെ തെറ്റിദ്ധാരണയാണ്, അങ്ങനെ ഒരു സംഭവം ഇല്ല, ഒരു വിഭാഗത്തിനെ മാത്രം ഞാൻ വിചാരിക്കരുത്, അങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇമോഷണൽ സപ്പോർട്ട്. പ്രൊവൈഡ് ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് ക്രിയേറ്റ് എ സേഫ് സ്പേസ് ഫോർ സ്റ്റുഡൻസ് ടു എക്സ്പ്രസ് ദെയർ ഫീൽസ്. കുട്ടികൾക്ക് ഇമോഷണലി സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. അവർക്കൊരു വിഷമം വരുന്ന സമയത്ത് അവർ നമ്മളതിനെ ഓർക്കും, നമ്മുടെ കാര്യം ഒന്ന് പറയും എന്ന് തോന്നിക്കുന്ന അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു അന്തരീക്ഷം നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കണ്ടിന്യൂസ് റിഫ്ലക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. റെഗുലർലി റിഫ്ലക്ട് ഓൺ ടീച്ചിങ് പ്രാക്ടീസസ് ആൻഡ് മേക്ക് ഇംപ്രൂവ്മെൻറ്റ്സ് ടു പ്രൊമോട്ട് ഇൻക്ലൂഷൻ. നമ്മൾ എന്ത് ചെയ്യണം, റെഗുലർലി നമ്മൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. കൂടുതൽ കാര്യങ്ങൾ കുട്ടികളെക്കുറിച്ച് മനസ്സിലാക്കി, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യണം. കുട്ടികളെ ഇമ്പ്രൂവ് ചെയ്യാൻ മാത്രം നോക്കിയാൽ പോരാ. ഇനി ആക്സസിബിലിറ്റി ഇൻ റിലേഷൻ ടു ഡിസബിലിറ്റി. ആക്സസിബിലിറ്റിയും ഡിസബിലിറ്റിയും നമുക്കറിയാം, ഡിസബിലിറ്റി ഉള്ളതിനനുസരിച്ചിട്ട് ആ കുട്ടികൾക്ക് ആക്സസിബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം, അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് നമുക്ക് വീണ്ടും പറയാം. യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ്, ഡിസൈനിങ് ലേണിംഗ് എക്സ്പീരിയൻസ് ഡാറ്റ ആക്സസിബിൾ ആൻഡ് എൻഗേജിങ് ഫോർ ഓൾ സ്റ്റുഡൻസ്. അപ്പോൾ അതിനകത്ത് വരുന്ന മെയിൻ പോയിന്റ് തന്നെ അതാണ്, യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ്, അല്ലേ? കുട്ടികൾക്ക് പറ്റുന്ന, എല്ലാവർക്കും പറ്റുന്ന തരത്തിലുള്ള ലേണിംഗ് സ്ട്രാറ്റജീസും കാര്യങ്ങളും ആയിരിക്കണം. റീസണബിൾ അക്കോമഡേഷൻ. പ്രൊവൈഡിങ് ഇൻഡിവിജ്വൽ സപ്പോർട്ട്സ് ടു ensure students with disabilities can access learning. കുട്ടികൾക്ക് പറ്റുന്ന തരത്തിലുള്ള അക്കോമഡേഷൻസ് നമ്മളോട് കൊണ്ടുവരണം. അസിസ്റ്റീവ് ടെക്നോളജി. യൂസിങ് ടെക്നോളജി ടു സപ്പോർട്ട് സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് സച്ച് ആസ് ടെക്സ്റ്റ് ടു സ്പീച്ച് സോഫ്റ്റ്വെയർ ഓർ വീൽ ചെയർസ്. വീൽ ചെയർ വേണ്ട കുട്ടികൾക്ക് വീൽ ചെയേഴ്സ്, അതേപോലെ തന്നെ ടെക്സ്റ്റിനെ സ്പീച്ചാക്കി മാറ്റുന്ന തരത്തിൽ, കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നോളജികൾ നമ്മളവിടെ യൂസ് ചെയ്യണം. ദ ഗോൾ ഓഫ് ആക്സസിബിലിറ്റി ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈസ് ടു പ്രൊവൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് ടു പാർട്ടിസിപ്പേറ്റ് ഫുള്ളി ഇൻ ദ ലേണിംഗ് പ്രോസസ്. ബൈ prioritizing accessibility, educators can create inclusive learning environments that support the diverse needs of all students. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ ആക്സസിബിലിറ്റി കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ കൂടെ ഇത്തരത്തിൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്കും മറ്റുള്ള കുട്ടികളുമായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പറഞ്ഞ ഓൾറെഡി ഞാൻ പറഞ്ഞു, യൂണിവേഴ്സൽ ഡിസൈൻ നമുക്ക് ടോപ്പിക്കായിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. യൂണിവേഴ്സൽ ഡിസൈൻ ഇസ് ആൻ അപ്രോച്ച്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇസ് ആൻ അപ്രോച്ച് ടു ഡിസൈനിങ് പ്രൊഡക്ട്സ്, എൻവയൺമെൻറ്റ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ യൂസബിൾ ബൈ എവറി വൺ റിഗാർഡ്ലെസ് ഓഫ് ഏജ്, എബിലിറ്റി ഓർ ഡിസബിലിറ്റി. ഏത് വിഭാഗക്കാർക്കും ഒരുപോലെ എന്താ പറയുക അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സും എൻവയൺമെൻറ്റ്സും സർവീസുകളും ഒക്കെ ചേർന്നതാണ് യൂണിവേഴ്സൽ ഡിസൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഗോൾ ഓഫ് UD is to create inclusive and accessible designs that benefit everyone without the need for adaptation or specialized design. ഓരോരുത്തർക്കും ഏതെങ്കിലും ഡിസബിലിറ്റി ഉള്ളവർക്ക് അങ്ങനെ നോക്കിയിട്ട് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസൈനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഡിസൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്രിൻസിപ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? ഇക്വിറ്റബിൾ യൂസ് ആണ്, അല്ലേ? ഡിസൈൻ ഇസ് യൂസബിൾ ബൈ പീപ്പിൾ ഓഫ് ഓൾ എബിലിറ്റീസ്. എല്ലാ കഴിവുള്ളവർക്കും ഒരുപോലെ ഈക്വലി യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഫ്ലെക്സിബിലിറ്റി ഇൻ യൂസ്. Design accommodates different user needs and preferences. അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റാൻ പറ്റുന്ന തരത്തിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതായിരിക്കണം. പിന്നെ പെർസെപ്റ്റബിൾ ഇൻഫോർമേഷൻ ഇസ് പ്രസൻറ്റഡ് ഇൻ എ വേ ദാറ്റ് ഈസ് പെർസീവബിൾ ബൈ ഓൾ യൂസേഴ്സ്. എല്ലാ യൂസേഴ്സിനും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഫോർമേഷൻ ആയിരിക്കണം അതിനകത്ത് ഉണ്ടാവേണ്ടത്. ടോളറൻസ് ഫോർ എറർ. ഡിസൈൻ മിനിമൈസസ് എറേഴ്സ് ആൻഡ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ടു യൂസേഴ്സിന് ഫീഡ്ബാക്ക് കൊടുക്കും. അതേപോലെ തന്നെ എറേഴ്സ് മിനിമൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന തരത്തിൽ. അതേപോലെ തന്നെ സപ്പോസ് എറേഴ്സ് വരികയാണെങ്കിൽ അതിനെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം. ലോ ഫിസിക്കൽ എഫേർട്ട്. ഡിസൈൻ റിക്വയർസ് മിനിമൽ ഫിസിക്കൽ എഫേർട്ട് ടു യൂസ്. ഫിസിക്കൽ എഫേർട്ട് വല്ലാതെ ഇടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കുറയ്ക്കുക. കാരണം എല്ലാവർക്കും ഒരുപോലെ ഫിസിക്കൽ എഫേർട്ട് ഇടാൻ സാധിച്ചോളണമെന്നില്ല. സൈസ് ആൻഡ് സ്പേസ് ഫോർ അപ്രോച്ച് ആൻഡ് യൂസ്. ഡിസൈൻ പ്രൊവൈഡ്സ് അഡിക്വേറ്റ് സ്പേസ് ഫോർ യൂസേഴ്സ് ടു അപ്രോച്ച് ആൻഡ് യൂസ്. എല്ലാവർക്കും
അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പേസ് കൊടുക്കുന്ന തരത്തിൽ ആയിരിക്കണം ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് ചോദിക്കുന്നത്. ഇൻക്രീസ്ഡ് ആക്സസിബിലിറ്റി, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് ഇംപ്രൂവ്ഡ് യൂസർ എക്സ്പീരിയൻസ്, യൂസർക്ക് കൂടുതൽ ഇംപ്രൂവ് ചെയ്ത തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തരത്തിൽ. UD ക്രിയേറ്റ്സ് മോർ ഇൻറ്റുയിറ്റീവ് ആൻഡ് യൂസർ ഫ്രണ്ട്ലി ഡിസൈൻ, യൂസർ ഫ്രണ്ട്ലി ആവണം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. എൻഹാൻസ്ഡ് സേഫ്റ്റി, UD റെഡ്യൂസസ് എറേഴ്സ് ആൻഡ് സേഫ്റ്റി റിസ്ക്സ്, കൂടുതൽ എന്താ പറയുക എറേഴ്സ് ഒഴിവാക്കിക്കൊണ്ടും ആ സേഫ്റ്റി റിസ്കുകൾ ഒഴിവാക്കിക്കൊണ്ടും നമുക്ക് എന്ത് ചെയ്യണം സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള തരത്തിൽ ആയിരിക്കണം. ഇൻക്രീസ്ഡ് മാർക്കറ്റ് റീച്ച്, UD ക്യാൻ ഇൻക്രീസ് മാർക്കറ്റ് റീച്ച് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, മാർക്കറ്റ് റീച്ച് ഉള്ളതായിരിക്കണം, അതേപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും ഉണ്ടായിരിക്കണം. അപ്ലിക്കേഷൻസ് ഓഫ് യൂണിവേഴ്സൽ ഡിസൈൻ, യൂണിവേഴ്സൽ ഡിസൈനിൻ്റെ ആപ്ലിക്കേഷനാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് എന്താണ് ആർക്കിടെക്ചർ, ആർക്കിടെക്ചറിൽ നമുക്ക് എന്തൊക്കെ വരാം, ബിൽഡിങ്സ് ആൻഡ് പബ്ലിക് സ്പേസസ് ഡിസൈൻ വിത്ത് UD പ്രിൻസിപ്പിൾസ്. ആർക്കിടെക്ചർ നമ്മൾ ശ്രദ്ധിക്കണം, അതായത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. പ്രൊഡക്റ്റ് ഡിസൈൻ, പ്രൊഡക്ട്സ് ഡിസൈൻഡ് ടു ബി യൂസബിൾ ബൈ എവരി വൺ, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സ് ആയിരിക്കണം. ഡിജിറ്റൽ പ്രൊഡക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെബ്സൈറ്റ്സ്, ആപ്സ്, സോഫ്റ്റ്വെയർ ഡിസൈൻ വിത്ത് UD പ്രിൻസിപ്പിൾസ്, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കണം. പിന്നെ എന്താണ് എഡ്യൂക്കേഷൻ്റെ മേഖലയിൽ നോക്കുകയാണെങ്കിൽ ലേണിംഗ് എൻവയൺമെൻറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ് ഡിസൈൻ ടു ബി ആക്സസിബിൾ ആൻഡ് എൻഗേജിങ് ഫോർ ഓൾ സ്റ്റുഡൻസ്, എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്താ പറയുക മെറ്റീരിയൽസ് ആയിരിക്കണം അവിടെ ഡിസൈൻ ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. കൂടുതൽ വീഡിയോസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്